അടുത്തത് പറയാൻ പോകുന്നത് വേവ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് വേണ്ട ഒരു ടേമാണ് എന്ത്, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന്. നമുക്ക് ഒന്നും കൂടി പറയാം. ടു ക്യാരക്ടറൈസ് എ ഡി ബ്രോഗ്ലി വേവ്, നമ്മൾ ഡി ബ്രോഗ്ലി വേവ് അല്ലെങ്കിൽ മാറ്റർ വേവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഡി ബ്രോഗ്ലി വേവ് അല്ലെങ്കിൽ മാറ്റർ വേവിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് വൈ സെഡിൽ ഉള്ള ഒരു ഫംഗ്ഷൻ പോരാതെ എക്സ് വൈ സെഡ് ആൻഡ് ടൈം പിന്നെ വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ വേണം. എ വേരിയബിൾ ദാറ്റ് വേരീസ് ഇൻ ബോത്ത് സ്പേസ് ആൻഡ് ടൈം. അങ്ങനെ ഒരു ഫംഗ്ഷനാണ് എന്ത്, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടു ക്യാരക്ടറൈസ് എ ഡി ബ്രോഗ്ലി വേവ് വി നീഡ് എ വേരിയബിൾ വിച്ച് വേരീസ് ഇൻ ബോത്ത് സ്പേസ് ആൻഡ് ടൈം. അങ്ങനെ ഒരു ഫംഗ്ഷനാണ് എന്ത്, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് എക്സ് വൈ സെഡ് ആൻഡ് ടൈം. ദാറ്റ് ഈസ് സൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ടി. അപ്പോൾ അതിന് നമുക്ക് എക്സ് വൈ സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം, ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് ടി. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി. കോംപ്ലക്സ് ക്വാണ്ടിറ്റി എന്ന ഐ ഉള്ള എ പ്ലസ് ഐ ബി അല്ലെങ്കിൽ മൈനസ് ഐ ബി ആ ടേമിലൊക്കെ ഡിനോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഇത് കോംപ്ലക്സ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി. ആ കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവും, ഒരു കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഉണ്ടാവും. സൈ എന്ന് പറയുന്നതാണ് നമ്മളെ ക്വാണ്ടിറ്റി. അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് സൈ സ്റ്റാർ ആണ്, സൈ സ്റ്റാർ ഓഫ് ആർ ടി. അപ്പം ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആൻഡ് ദ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് സൈ ഓഫ് ആർ ടി ഈസ് സൈ സ്റ്റാർ ഓഫ് ആർ ടി. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൈ എന്ന് പറയുന്നത്, അതായത് നമ്മളെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് എവ്രിവെയർ. ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലൊക്കെ നമ്മളെ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും, അതേപോലെ തന്നെ സിംഗിൾ വാല്യൂഡും ആയിരിക്കും. ആ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസും സിംഗിൾ വാല്യൂഡും ആയതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് ഡോ സൈ ബൈ ഡോ എക്സ്, ഡോ സൈ ബൈ ഡോ വൈ ആൻഡ് ഡോ സൈ ബൈ ഡോ സെഡ് ആർ ഓൾസോ കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. അടുത്ത പോയിന്റ് ആണ് കേട്ടോ അത്. its derivative dou psi by dou x, dou psi by dou y and dou psi by dou z are also continuous and single valued. Next point, wave function psi itself has no physical significance. സൈക്ക് ഒറ്റയ്ക്ക് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസും ഇല്ല. പക്ഷേ എന്തിനാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്, മോഡ് സൈ സ്ക്വയറിനാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. മോഡ് സൈ സ്ക്വയർ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ. മോഡ് സൈ സ്ക്വയർ എന്താ, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ. സൈ സ്റ്റാർ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ഡി എക്സ് ഡി വൈ ഡി സെഡിൽ നമ്മൾ ഉള്ള പാർട്ടിക്കിളിനെ ഫൈൻഡ് ചെയ്യാൻ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറഞ്ഞ വോളിയത്തിലുള്ള ഒരു പാർട്ടിക്കിളിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് എന്ത്, മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് സൈ സ്റ്റാർ. ഓക്കെ, a wave psi star dx dy dz is proportional to the finding the particle. ഏത് പാർട്ടിക്കിളിനെയാണ് നമ്മളെ സൈ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഏത് വോളിയത്തിലുള്ള ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന വോളിയത്തിലുള്ള സ്മോൾ വോളിയത്തിലുള്ള പാർട്ടിക്കിളിനെ ഫൈൻഡ് ചെയ്യാനുള്ളത് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ. മോഡ് സൈ സ്ക്വയറിന് എങ്ങനെ എഴുതാം, സൈ സ്റ്റാർ. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ. നെക്സ്റ്റ് പോയിന്റ് ഈസ് വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി നോർമലൈസ്ഡ്. സൈ മസ്റ്റ് ബി നോർമലൈസ്ഡ്. നോർമലൈസ്ഡ് ആവുക എന്ന് പറയുന്നത് എന്താണ്, ആ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ഹോൾ റീജിയൻ, ഒരു ഫുൾ റീജിയൻ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന വോളിയത്തിൽ മാത്രമല്ല ആ കംപ്ലീറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആ കംപ്ലീറ്റ് റീജിയനിൽ ആ വേവ് ഫംഗ്ഷനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിറ്റി 1. ആ പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്ത റീജിയൻ, അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് വോളിയല്ലേ, അതിൻ്റെ ആ പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്ത റീജിയനിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു 1. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ സ്മോൾ വോളിയം ഡി എക്സ് ഡി വൈ ഡി സെഡ് അബൌട്ട് ദ ടൈം ടി. ഓക്കെ, next is it is called probability amplitude function. സൈ സ്റ്റാറിന് എന്താ പറയുന്നത്, പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ് ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ.
അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ. സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് വേവ് ആണ്. അപ്പം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ. ഇനി ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷനാണ്. എക്സ് വൈ സെഡ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് സൈ എന്താവും? 0 ആവും. വെൻ എക്സ് വൈ സെഡ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി സൈ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. അതാണ് അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ നമ്മൾ 7 പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു? അത് ഒരു ഡി ബ്രോഗ്ലി വേവ് അല്ലെങ്കിൽ മാറ്റർ വേവിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? സ്പേസിലും ടൈമിലും വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ വേണം. ആ ഫംഗ്ഷനെയാണ് എന്ത് പറയുന്നത്? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റ് ഉണ്ടാകും. പിന്നെ അത് സിംഗിൾ വാല്യൂഡ് ആണ്, കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവും സിംഗിൾ വാല്യൂഡും കണ്ടിന്യൂസും ആണ്. പിന്നെന്താ, സൈ ഇറ്റ് സെൽഫ് ഹാവ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. പിന്നെ മോഡ് സൈ സ്ക്വയറിനാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. പിന്നെ ദറ്റ് ഈസ് നോർമലൈസ്ഡ് ആണ്. സൈ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഈക്വൽ ടു 1 ആണ്. പിന്നെ ഇറ്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ. ദെൻ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ വെൻ എക്സ് വൈ സെഡ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി സൈ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷനെ പറ്റി ഒരു നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് സുഖമായിട്ട് എഴുതാം. ഇനി വേവ് ഫംഗ്ഷനെ നമുക്ക് ഇതെല്ലാം കൂടി സമ്മറൈസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാമെന്ന് പറയാം. ഒരു കണ്ടീഷൻസ് ഓഫ് വേവ് ഫംഗ്ഷൻസ് പറയുകയാണെങ്കിൽ, ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്ത്? ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ന്യൂമറിക്കൽ സൊല്യൂഷനും, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ എല്ലാ ന്യൂമറിക്കൽ സൊല്യൂഷനും വേവ് ഫംഗ്ഷൻ ആണോ? അല്ല. അതിന് ഒരു ഫംഗ്ഷൻ വേവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് ആയിരിക്കണം. സൈ മസ്റ്റ് ബി ഫൈനൈറ്റ് ആൻഡ് വാനിഷ് അറ്റ് ഇൻഫിനിറ്റി. അതായത് നമ്മൾ പറഞ്ഞില്ലേ, സൈ എക്സ് വൈ സെഡ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ സൈ 0 ആണ്. അപ്പോൾ സൈ വാനിഷ് ചെയ്ത് പോകണം. നെക്സ്റ്റ് ഈസ് സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. ദെൻ നെക്സ്റ്റ് വൺ, സൈ ആൻഡ് ഡോ സൈ ബൈ ഡോ എക്സ് മസ്റ്റ് ബി കണ്ടിന്യൂസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ് ഈസ് സ്ക്വയർ ഇൻറ്റഗ്രബിൾ. ദാറ്റ് ഈസ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ ഡി സെഡ് നമ്മൾ ഇൻറ്റഗ്രൽ പറഞ്ഞില്ലേ, നോർമലൈസ്ഡ്. ദാറ്റ് ഈസ് ഇറ്റ് മസ്റ്റ് ബി സ്ക്വയർ ഇൻറ്റഗ്രബിൾ. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻസ് ചോദിച്ചാൽ ഇതെല്ലാം കൂടി സമ്മറൈസ് എഴുതിയതാണ് ഇത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു വേവ് ഫംഗ്ഷൻ എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണല്ലോ വേവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ട്, അത് നമുക്കിനി ഡിറൈവ് ചെയ്യണം നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഇത് അത്രയും മനസ്സിലാക്കിയിട്ട് വരിക, എന്നാലേ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത് മനസ്സിലാവുള്ളൂ.